നിങ്ങളുടെ വീട്ടിലെ ഫസ്റ്റ് ബോൺ ചൈൽഡ് നിങ്ങളാണോ? അതായത് ദ എൽഡർ വൺ, മൂത്ത കുട്ടി. അങ്ങനെയാണെങ്കിൽ മൂത്ത കുട്ടികളിൽ മാത്രം കാണാൻ കഴിയുന്ന ചില സ്വഭാവ പ്രതിഭാസങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഇൻടു ദ റൂട്ട്സ്. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ ഇതിൽ കുറേയൊക്കെ നിങ്ങളെപ്പറ്റി തന്നെയാവും ഞാൻ പറയുക. കാരണം ഞാനും ഒരു എൽഡർ ഡോട്ടറാണ്. പലപ്പോഴും പാരൻസ് ഈ മൂത്ത കുട്ടിക്ക് ഒരു റോൾ മോഡൽ ആയിരിക്കും. എന്നാലേ ഇളയ കുട്ടിയെ അത് കണ്ട് പഠിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒത്തിരി പ്രഷർ കാരണം ചെറുതിലേ തന്നെ ഒരു ഹൈ എക്സ്പെക്ടേഷൻ ആയിരിക്കും നമ്മളിൽ. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, മൂത്ത കുട്ടികളിലായിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പെക്ടേഷൻ. ആ എക്സ്പെക്ടേഷൻ പലപ്പോഴും നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ, അങ്ങനെ ഒരു ചെറിയൊരു ഡിപ്രഷൻ ഫേസിലേക്ക് പലപ്പോഴും മൂത്ത കുട്ടികൾ പോകാറുണ്ട്. പക്ഷെ അത് നമ്മൾ ആരോടും പറയാറില്ല. ഫസ്റ്റ് ബോണിന്റെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഏറ്റെടുത്ത് ഒരു പ്രൊട്ടക്ടറിന്റെ റോളാവും മിക്കപ്പോഴും ഈ ഫസ്റ്റ് ബോൺ ചൈൽഡ് കാണിക്കുക. പക്ഷേ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് പലപ്പോഴും ഒരു അൺസേഫ് ഫീലിംഗ് ആയിരിക്കും അവരടുത്തറിയുമ്പോൾ. നമ്മളുടെ ഇടയിലുള്ള ഫസ്റ്റ് ബോൺകാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും പേര് പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും. കാരണം വി ഡോണ്ട് വോണ്ട് ടു മേക്ക് മിസ്റ്റേക്സ്. അത് തുടർന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു പെർഫെക്ഷനിസ്റ്റ് രൂപം കൊള്ളും. നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നോ നമുക്ക് എന്താണ് വേണ്ടതെന്നോ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ അത് തന്നെ നമ്മുടെ ഒരു ടോക്സിക് പാറ്റേണായി മാറും. ചുറ്റിലും നിൽക്കുന്നവരെ ഹാപ്പി ആക്കാനും ആദ്യം പാരൻസിൽ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ. പിന്നീട് ചുറ്റിലും നിൽക്കുന്നവരെ എല്ലാവരെയും ഹാപ്പി ആക്കുന്നതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ ആ ദൗത്യം ഏറ്റെടുക്കും. ആരും നമ്മളോട് ചോദിക്കാറില്ല നമുക്ക് എന്താണ് വേണ്ടതെന്ന്. മിക്കപ്പോഴും ഒരു മൂത്ത കുട്ടിക്ക് വേണ്ടി ആരും വാദിക്കുന്ന കാണാറില്ല. അവർ സ്വയം വാദിക്കാറാണ് പതിവ്. നമ്മുടെ കഴിവിന് പലപ്പോഴും നമുക്കൊരു വാലിഡേഷൻ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ വി പ്രിറ്റൻഡ് ടു ബി സംവൺ എൽസ് ടു പ്ലീസ് അതേഴ്സ്, എസ്പെഷ്യലി അവർ പാരൻസ്. അങ്ങനെ ആങ്സൈറ്റി ആയി, കോഡിപെൻഡൻസി ആയി, അങ്ങനെ ഒരുപാട് പാറ്റേൺസ്. പക്ഷെ നമ്മുടെ ഉള്ളിലും ഉണ്ടൊരു കുഞ്ഞുകുട്ടി. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ കുഞ്ഞുകുട്ടി എപ്പോഴും ചിന്തിക്കുന്ന എന്താണെന്നറിയോ? എൻ്റെ ചുറ്റിലും നിൽക്കുന്നവരെ നേരെയാക്കണമെന്ന്. അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന്. അതുകൊണ്ട് തന്നെ ദേ ഓൾവേസ് വോണ്ട് ടു ഫിക്സ് അതേഴ്സ്. ഈ ഫസ്റ്റ് ബോൺസ് മിക്കപ്പോഴും നല്ല കൗൺസിലേഴ്സും നല്ല സൈക്കോളജിസ്റ്റുമാരും നല്ല കേൾവിക്കാരും നന്നായി സംസാരിക്കാൻ അറിയാമെന്നുള്ള ആൾക്കാരും തന്നെയായിരിക്കും. എല്ലാവരുടെയും ധാരണ ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഭയങ്കര കൂളും സ്ട്രോങ്ങും ആണെന്നൊക്കെയാണ്. പക്ഷെ അവരുടെ മനസ്സിലെ സങ്കടം എത്ര വലുതാണെന്ന് അവർ മിക്കപ്പോഴും ആരോടും പറയാറില്ല. മറ്റുള്ള സിബ്ലിങ്സിനെ വെച്ച് നോക്കുമ്പോൾ, മിഡിൽ ചൈൽഡോ ലാസ്റ്റ് ചൈൽഡിനെയോ വെച്ച് നോക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് ദേ ആർ വെരി സെൻസിറ്റീവ് ആൻഡ് ദേ ആർ പ്രോൺ ടു മെൻ്റൽ ഇൽനെസ്. അതായത് ഈസി ആയിട്ട് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളവരായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് കരുതി മൂത്ത കുട്ടി വീക്കാണെന്നല്ല ഞാൻ പറഞ്ഞത്. ദേ ആർ ബോൺ ലീഡേഴ്സാണ് അവർ എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഒറ്റയ്ക്കെടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെ ഫീലിങ്സിനെയൊന്നും അവർ കൂടുതലും മറ്റുള്ളവരുടെ മുന്നിലേക്ക് കാണിക്കില്ല എന്ന് മാത്രം. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുള്ള എന്താണെന്നറിയോ? എനിക്കും ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ മറ്റാരും നിൽക്കാത്തതുപോലെ എൻ്റെ കൂടെ നിൽക്കാനും എൻ്റെ കണ്ണിലൂടെ എന്നെ അറിയാനും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.